നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. ഇത് 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയാണ്. ദൈവനാമം വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഭക്തിയില്ലാതെ, ദൈവത്തോടുള്ള ആദരവ് മനസ്സിലില്ലാതെ, നിസ്സാരമായി പറഞ്ഞാൽ ദൈവവിചാരം മനസ്സിലില്ലാതെ ആ നാമം ഉച്ചരിക്കപോലും അരുത് എന്ന് തന്നെയാണ് അർത്ഥം. ദൈവനാമം ഭക്തിരഹിതമായി നമ്മുടെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് വളരെ വലിയ പാപമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ബൈബിളിലും മൂലഭാഷയായ ഹീബ്രുവിലെ തനാക്കിലും ദൈവനാമം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവനാമത്തിന് പകരം ഇംഗ്ലീഷ് ബൈബിളിൽ ലോർഡ് എന്നും തമിഴ് ബൈബിളിൽ കർത്തർ എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം അതിവിശുദ്ധവും എല്ലാ മഹത്വത്തിനും ആരാധനയ്ക്കും സ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യമുള്ള നാമമല്ലേ? ആ മഹത്വമുള്ള നാമം നമ്മൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ? ദൈവത്തിൻ്റെ നാമം നമ്മുടെ നാവുകൊണ്ട് അലക്ഷ്യമായി ഉപയോഗിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഒരേ വിഷയം ആവർത്തിച്ചു പ്രതിപാദിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിന് സുപ്രധാനമായ പരിഗണന വേദപുസ്തകം നൽകുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യവും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യവും ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. പലരും ദിനപ്രതിയുള്ള വേദപുസ്തക വായനയിലും പ്രാർത്ഥനകളിലും സഭായോഗങ്ങളിലും മറ്റിതര സാഹചര്യങ്ങളിലുമെല്ലാം ഈ വലിയ തെറ്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പ്രവാചകന്റെ പുസ്തകം വരെ 6868 പ്രാവശ്യമാണ് ദൈവനാമം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ അനേകം വചനങ്ങൾ ഉദ്ധരണികളായി പുതിയ നിയമത്തിലും എടുത്തിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ദൈവനാമം അതേപോലെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്താതെ ദൈവനാമത്തിനു പകരം കർത്താവെന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഒരിടത്തുപോലും ദൈവനാമം എഴുതാത്തതും ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ദൈവനാമം അലക്ഷ്യമായി ഉച്ചരിക്കുന്നത് തെറ്റാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് യേശു കർത്താവ് തന്നെയാണ്. പഴയ നിയമത്തിൽ നിന്നും യേശു കർത്താവ് ഉദ്ധരിച്ച വചനങ്ങളിൽ 2 വചനങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യമെടുക്കാം. നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഈ വചനം പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഉദ്ധരിച്ചിട്ടുള്ള മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യമെടുക്കാം. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഈ വചനം പറയുമ്പോൾ ദൈവനാമം പറയാതെ കർത്താവ് എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുമല്ലോ. രണ്ടാമതായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 36-ാം വാക്യമെടുക്കാം. നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. ഈ വചനം യേശു കർത്താവ് ഉദ്ധരിക്കുന്നതെടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ വചനത്തിലും ദൈവനാമത്തിന് പകരം കർത്താവെന്നാണ് യേശുനാഥൻ ഉച്ചരിച്ചത്. ഇപ്പോൾ ഇത് കേട്ട താങ്കൾക്ക് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വചനത്തിൽ നിന്ന് തന്നെ വ്യക്തമായി എന്ന് കരുതുന്നു. യേശുക്രിസ്തുവും പുതിയ നിയമത്തിന്റെ എഴുത്തുകാരും ദൈവനാമം എഴുതാതെയും ഉച്ചരിക്കാതെയും മാതൃക കാണിച്ചുവെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ അലംഭാവം കാണിക്കുന്നത് എന്തിനാണ്? അവരെക്കാളും എന്ത് ശ്രേഷ്ഠതയാണ് നമുക്കുള്ളത്? പ്രിയമുള്ളവരെ, ദൈവനാമം വളരെ ഭക്തിയോടെ ഭയത്തോടെ ഉച്ചരിക്കേണ്ട നാമമാണ്. അത് അലക്ഷ്യമായി ഉപയോഗിക്കാതെ ദൈവനാമത്തിന് യോഗ്യമായ മഹത്വം നമ്മൾ കൊടുക്കേണ്ടതല്ലേ? സർവശക്തനും അത്യുന്നതനുമായ സത്യദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം നമ്മുടെ നാവുകൊണ്ട് ഉച്ചരിപ്പാൻ പാപികളും ദൂഷികളുമായിരുന്ന നമുക്ക് യോഗ്യതയില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധ ദൈവം തന്റെ ആലയമാക്കിക്കൊണ്ട് വീണ്ടും ജനിച്ചവരായ നമ്മുടെ ഹൃദയത്തിൽ വസിക്കയാൽ തന്റെ ആത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്ന നമുക്ക്
അവന്റെ നാമത്തെ ആരാധിപ്പാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ദൈവനാമം വൃഥ അധരങ്ങളിൽ എടുക്കുമ്പോഴല്ല, ദൈവനാമം ആത്മാവിൽ ധ്യാനിക്കുമ്പോഴാണ് ആ നാമത്തിന്റെ ശക്തിയും അതിലൂടെയുള്ള ആത്മനിർവൃത്തിയും നമ്മൾ അനുഭവിക്കുന്നത് എന്നതാണ് സത്യം. ദൈവനാമം അലക്ഷ്യമായി ഉപയോഗിക്കരുതെന്ന ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു. 10 കൽപ്പനകളിലൊന്നായ നിന്റെ ദൈവത്തിന്റെ നാമം വൃഥ എടുക്കരുതെന്നത് സഭകളിൽ പ്രാമുഖ്യം നൽകി പഠിപ്പിക്കാറില്ല. എന്നാൽ 10 കൽപ്പനകളിൽ ഉൾപ്പെടാത്ത ദശാംശം കൊടുക്കണം എന്നത് നമ്മെ ആവർത്തിച്ചു പഠിപ്പിക്കുന്നുമുണ്ട്. വചനം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ഗുരുവായ ദൈവത്തിങ്കൽ നിന്നാണ് നമ്മൾ വചനം പഠിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുന്നത്. 29-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയുന്ന പോലെ, കർത്താവിന് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, കർത്താവിന് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. ദൈവനാമം അലക്ഷ്യമായി ഉപയോഗിക്കാതെ സർവശക്തനും അത്യുന്നതനുമായ സത്യദൈവത്തിന്റെ നാമത്തിന് യോഗ്യമായ മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം ദൈവം തന്റെ പരിജ്ഞാനം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ദൈവം തന്റെ അളവറ്റ കൃപയാൽ നമ്മെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.